ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ വീഡിയോ ഒരു കപ്പ് ആട്ടപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം 1/2 കപ്പ് പാലിൽ നിന്നും അല്പാൽപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം ചേർത്ത് 3 ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ച ആട്ടമാവ് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാം. ശേഷം അത് ചെറിയ ഉരുളകളാക്കി മാറ്റി കയ്യിൽ അല്പം നെയ്യ് തടവി ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയത്തിൽ ഇട്ടുകൊണ്ട് എണ്ണ അധികം ചൂടാവാതെ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലാകുന്നത് വരെ തിരിച്ചു മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നേരത്തെ തണുക്കാനായി മാറ്റി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.